ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. സൺ സിറ്റി ഗോൾഡ് പാർക്ക് ഈ ഓണക്കാലത്ത് കൈ നിറയെ സമ്മാനങ്ങളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പർച്ചേസിനും സമ്മാനം, കൂടാതെ ഒരു പവന് മുകളിലേക്കുള്ള എല്ലാ പർച്ചേസിനും സാരിയോ ചുരിദാറോ സമ്മാനമായി സ്വന്തമാക്കാം. ഏവർക്കും സൺ സിറ്റി ഗോൾഡ് പാർക്കിന്റെ പൊന്നോണാശംസകൾ. സൺ സിറ്റി ഗോൾഡ് പാർക്ക്, സൺ സിറ്റി ബിൽഡിംഗ്, മെയിൻ റോഡ്, പത്തനാപുരം. BAS 916 ഹോൾമാർക്ക് ജ്വല്ലറി. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയമൊരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവാ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pathanapuram. വസ്ത്ര വിപണന രംഗത്ത് ചിത്രാസ് കളക്ഷൻസ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ 3 നിലകളിലായി. വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള വൈവിധ്യമാർന്ന തുണിത്തരങ്ങൾ, കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തുണിത്തരങ്ങൾ, റെഡിമെയ്ഡ് ഡ്രസ്സുകൾ, ഫാൻസി ഡിസൈൻ സാരികൾ, പട്ടുസാരികൾ, പാർട്ടി വെയറുകൾ, പ്രമുഖ കമ്പനികളായ DH, സീറോ, റെക്സോ, രാംരാജ്, കിറ്റെക്സ്, MCR, സിറ്റി, ഉദയം, റജൻസ്, ഷെൽട്ടോൺ, ജോൺ നോബൽ ഷർട്ടുകളും പാന്റുകളും, വിസ്മയ, വിസ്റ്റാർ, റോഷിനി, ലിസ എന്നീ കമ്പനികളുടെ ചുരിദാർ പീസുകൾ എന്നിവയുടെ അതിശയിപ്പിക്കുന്ന കളക്ഷൻ വിലക്കുറവിലൂടെ നല്ല വസ്ത്രങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് സ്വന്തമാക്കൂ. ചിത്രാസ് കളക്ഷൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 9447019569 0475 222 4246. ഹായ്, ഞാൻ വരുന്നു ചടയമംഗലത്ത്. ഓഗസ്റ്റ് 20 രാവിലെ 9:30 വിജയകൃഷ്ണ ജുവലേഴ്സിന്റെ നവീകരിച്ച മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന്. ഈ ശുഭവേളയിലേക്ക് ഏവർക്കും സ്വാഗതം. മറക്കണ്ട, ഓഗസ്റ്റ് 20 രാവിലെ 9:30 വിജയകൃഷ്ണ ജുവലേഴ്സ്, ചടയമംഗലം, കൊട്ടാരക്കര, പുനലൂർ, പത്തനാപുരം. കല്ലേലിൽ ടെക്സ്റ്റൈൽസ്, പുനലൂർ. വശ്യതയുടെ പുതുപുത്തൻ ഭാവങ്ങൾക്ക് നിറസാന്നിധ്യം വിളിച്ചോതി കല്ലേലിൽ ടെക്സ്റ്റൈൽസ്, പുനലൂർ. പ്രഭചുരിയും വസ്ത്രങ്ങളുടെ അത്യപൂർവ ശ്രേണിയിൽ നിന്ന് ഡൺഹിൽ, സിറ്റി, പാർക്ക്, കിങ് റിച്ചാർഡ്, ഇൻസ്പയർ, V-Star, MCR, റോഷ്നി, കിറ്റെക്സ്, രാംരാജ് എന്നീ ലോകോത്തര കമ്പനികളുടെ മുണ്ടുകൾ, ഷർട്ടുകൾ, ചുരിദാറുകൾ, ചുരിദാർ പീസുകൾ, കൂടാതെ വിവാഹ പട്ടുസാരികൾ, ഫാൻസി സാരികൾ എന്നിവയും ലഭ്യമാണ്. അനുപമ സൗന്ദര്യം ഞങ്ങൾ നിങ്ങൾക്കായി അണിയിച്ചൊരുക്കുന്നു. വിലക്കുറവ്, ഗുണമേന്മ, വിശ്വസ്തത ഞങ്ങളുടെ മാത്രം പ്രത്യേകത. കല്ലേലിൽ ടെക്സ്റ്റൈൽസ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. കല്ലേലിൽ ടെക്സ്റ്റൈൽസ്. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണ്ണിക്കൽ ജുവല്ലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണ്ണിക്കൽ ജുവല്ലറി, പുനലൂർ. ഇടിമണ്ണിക്കൽ ഫാഷൻ ജുവല്ലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റാർ, റാന്നി. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്,
പോൾ ആൻഡ് കമ്പനി പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ് പത്തനാപുരം, ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി എന്നും പുനലൂർ ഫെസ്റ്റ് 2015 ഓഗസ്റ്റ് 15 മുതൽ 30 വരെ പുനലൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ. ഭീമൻ അമ്യൂസ്മെന്റ്, കുട്ടികൾക്കായി പ്രത്യേക അമ്യൂസ്മെന്റുകൾ, ശീതീകരിച്ച പ്രദർശന വിപണന സ്റ്റാളുകൾ, ഭക്ഷ്യമേള, പുഷ്പഫല സസ്യമേള, 9D തിയേറ്റർ, ചിരിക്കാത്ത മനുഷ്യൻ, താരനൃത്ത സംഗീത ഹാസ്യ സന്ധ്യകൾ, ഇന്ദ്രജാല പ്രകടനം, തമ്പോല. ഈ ഓണം പുനലൂരിനോടൊപ്പം. The event organized by Kerala Arts and Events in association with Travancore Events, Thiruvananthapuram. Contact 9446849878 9846782115. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനർഖ സനൽ. പ്രധാന വാർത്തകൾ. അഞ്ചൽ ഭാരതീപുരത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. മരിച്ചത് തമിഴ്നാട് സ്വദേശി. പച്ചക്കറി കയറ്റി വന്ന വാഹനമാണ് തലകീഴായി മറിഞ്ഞത്. അഞ്ചലിൽ വീണ്ടും മോഷണം. 3 പവനും 70,000 രൂപയും കവർന്നു. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പുനലൂരിൽ ഓണം ഫെസ്റ്റ് 2015 തുടക്കം കുറിച്ചു. ചെമ്മന്തൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫെസ്റ്റ് 30 സമാപിക്കും. അഞ്ചൽ ഭാരതീപുരത്തിന് സമീപം പച്ചക്കറി കയറ്റിവന്ന ലോറി തലകീഴായി മറിഞ്ഞ് ക്ലീനർ മരിച്ചു. മരിച്ചത് തമിഴ്നാട് ധർമ്മപുരം സ്വദേശി വെങ്കടാചലം. തമിഴ്നാട് ധർമ്മപുരം സ്വദേശി വെങ്കിടാചലമാണ് മരിച്ചത്. ഡ്രൈവർ ധർമ്മപുരം സ്വദേശി ചിലംബരശൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച പുലർച്ചെ 3:00-ഓടെയാണ് സംഭവം. തമിഴ്നാട്ടിൽ നിന്നും കുളത്തൂപ്പുഴ, അഞ്ചൽ, ആയൂർ, വാമനപുരം മേഖലകളിലുള്ള നിരവധി കടകളിലേക്ക് പച്ചക്കറി കയറ്റി വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ലോറിയുടെ മുൻവശം പൂർണ്ണമായി തകർന്നു. ഇറക്കമിറങ്ങി വന്ന ലോറി വളവ് തിരിഞ്ഞപ്പോൾ നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നെന്നാണ് ഡ്രൈവർ പോലീസിനോട് പറഞ്ഞത്. സംഭവം നടന്ന് അരമണിക്കൂറിനുള്ളിൽ തന്നെ വെങ്കടാചലത്തെ അഞ്ചൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അഞ്ചൽ സെന്റ് ജോസഫ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഉച്ചയോടെ പോസ്റ്റ്മോർട്ടത്തിനായി പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഏരൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നായർ സമൂഹം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് R. ബാലകൃഷ്ണപിള്ള. തലവൂർ ഞാറക്കാട് NSS കരയോഗത്തിന്റെ 1ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുമിച്ച് നിൽക്കാൻ തയ്യാറല്ല. ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്ത +2 കാശ് എടുത്ത് ചമ്മാളിക്കാനേ തരൂരെ പല നായന്മാർക്കും താല്പര്യമുള്ളൂ. എങ്ങനെയാ ഉണ്ടായെന്നൊന്നും ആർക്കും അറിഞ്ഞൂടാ. സ്ഥാനാർത്ഥിയാകാൻ ഇതുവരെ പേര് ബെന്നി കക്കാടാണെന്നോ പള്ളിക്കൂടെ ഉണ്ടാക്കി. ബെന്നി കക്കാട് ഒരു വിളക്കുകാരെങ്കിലും ഇവിടെ ആരോട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു വിളക്കുകാരൻ, ഒരു ബസ് അനുഭവിച്ചിട്ടുണ്ട്, ഒരു പള്ളിക്കുന്നിന്റെ ഓട് മാറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കയ്യിലിരിപ്പ്. ഇതാ. ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ കഴിയുന്നവരായി മാറണം. അങ്ങനെ മാറിയാലേ രക്ഷപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന ഭരണത്തിന് കീഴിൽ നായർ സമൂഹം ഉൾപ്പെടെയുള്ള മുന്നോക്ക സമുദായം ഗുരുതരമായ പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. നായർ സമൂഹം കൂടുതൽ ഐക്യത്തോടെ മുന്നോട്ടു പോകേണ്ട കാലഘട്ടമാണ് ഇപ്പോഴുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. തലവൂർ ഞാറക്കാട് വടക്ക് ദേവിവിലാസം NSS കരയോഗത്തിന്റെ 1ാമത് വാർഷികവും NSS വനിതാ സമാജത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. അജീഷ് ഷാബുവിന് പുരസ്കാരം നൽകി അനുമോദിക്കുകയും തുടർന്ന് NSS താലൂക്ക് യൂണിയൻ 25,000 രൂപ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. NSS കരയോഗം പ്രസിഡന്റ് G. ചന്ദ്രശേഖരപിള്ള അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് B. ജയപ്രകാശ് സ്വാഗതം ആശംസിച്ചു. NSS കരയോഗം സെക്രട്ടറി G. ശശിരൻപിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. G. അശോക് കുമാർ, വനിതാ സമാജം പ്രസിഡന്റ് രാജമ്മ മോഹൻ, NSS താലൂക്ക് യൂണിയൻ അംഗങ്ങളായ C. മനോജ് കുമാർ, C. മോഹനൻപിള്ള, S. മഹേഷ് കുമാർ, C. വിജയകുമാരി, G. ശശിധരൻപിള്ള, S. രത്നവല്ലിയമ്മ, K. പ്രസന്നകുമാരി, ഉഷാകുമാരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭയിലെ അഴിമതിക്കും ഭരണസ്തംഭനത്തിനുമെതിരെ BJP മുനിസിപ്പൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു.
പുനലൂർ നഗരസഭയിലെ ഭരണസ്തംഭനത്തിനും അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ BJP പുനലൂർ മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ കൂട്ട ധർണ സംഘടിപ്പിച്ചു. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ നഗരസഭയിലെ ഭരണസ്തംഭനം അത് ഈ നഗരസഭയുടെ പരിധിയിൽ താമസിക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഈ നഗരസഭയിലെ ഭരണസ്തംഭനം എന്താണ്. ഒരു സാധാരണക്കാരൻ ഏതെങ്കിലും അവന്റെ ആവശ്യങ്ങളുമായി ഈ നഗരസഭയെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കൂട്ടം വനിതാ മെമ്പർമാർ, കൗൺസിലർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാഴ്ചയല്ലാതെ അവിടെ വരുന്ന സാധാരണക്കാരന്റെ ആവലാതികൾക്ക്, അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഭരണമല്ല ഈ പുനലൂർ നഗരസഭയിൽ നടക്കുന്നത്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ UID SSMG സ്കീമിൽ ഉൾപ്പെടുത്തി നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്കായി അനുവദിച്ച 4 കോടി രൂപയിൽ ക്രമക്കേട് നടന്നതായും കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഈ തുക ചെലവഴിച്ചതെന്നും ആലഞ്ചേരി ജയചന്ദ്രൻ ആരോപിച്ചു. ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്നും നഗരസഭയിലെ കുടിവെള്ള പദ്ധതി, KSRTC ഡിപ്പോ വികസനം എന്നിവയ്ക്ക് തുരങ്കം വയ്ക്കുന്ന നഗരസഭയിലെ ഭരണാധികാരികളെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ആശുപത്രി മാലിന്യം നഗരസഭയുടെ അറിവോടുകൂടി കല്ലടയാറ്റിൽ തള്ളുകയാണെന്നും ജയചന്ദ്രൻ ആരോപിച്ചു. ഇതിനെതിരെ സമരപരിപാടികളും നിയമ നടപടികളുമായി BJP മുന്നോട്ടു പോകുമെന്നും പ്രവർത്തകർ പറഞ്ഞു. BJP പുനലൂർ നിയോജകമണ്ഡലം സെക്രട്ടറി M. തുളസീധരൻ പിള്ളയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വടവൻ ബിജു, ഇളമൺ റജി, കാവിൽ പ്രസാദ്, രഞ്ജിത്ത് പരവട്ടം, VS പ്രദീപ്, സന്തോഷ് ഭരണിക്കാവ്, അനീഷ് അഷ്ടമംഗലം, വിജിൽ വാളക്കോട്, വിജയൻ ഭരണിക്കാവ്, പുഷ്പ, VR വിജയൻ, കാർത്തിക ശശി, രാധാകൃഷ്ണൻ, ശേഖർ, പ്രദീപ് ശാസ്താകോണം, സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയും കോൺഗ്രസ് അലൈൻമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ചിത്ര മധു പദയാത്ര ഉദ്ഘാടനം ചെയ്തു. പദയാത്ര അലൈൻമെന്റ് മണ്ഡലത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ കടന്നുവരികയാണ്. ഒടിഞ്ഞൂർ സമരപോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഘടനയ്ക്ക് കരുത്തു പകരുവാൻ ഇന്ദിരാജിയുടെയും രാജീവ്ജിയുടെയും സോണിയാജിയുടെയും രാഹുൽജിയുടെയും കരങ്ങൾക്ക് ശക്തി പകരുവാൻ അഞ്ചൽ കോളേജ് ആരംഭിച്ച കോൺഗ്രസിന്റെ അലൈൻമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പദയാത്ര അലൈൻമെന്റ് മണ്ഡലത്തിന്റെ വീതികളിലൂടെ കടന്നു വരുന്നു. മാറ്റത്തിന്റെ സംഘനാഥം മുഴക്കിക്കൊണ്ട് ഒരുപടി വാടിമുടക്കൊണ്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയും കോൺഗ്രസ് അലൈൻമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. പദയാത്ര KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ചിത്ര മധു ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലയിലും ജനങ്ങളുടെ സുസ്ഥിരമായ ജീവിതത്തിനാവശ്യമായ പദ്ധതികൾ നടപ്പാക്കുവാൻ വളരെ ശ്രദ്ധാപൂർവം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. KPCC സെക്രട്ടറി MM നസീർ മുഖ്യ പ്രഭാഷണം നടത്തി. നരേന്ദ്രമോദി വിസിറ്റിംഗ് പ്രധാനമന്ത്രിയാണെന്നും ഭൂരിഭാഗം സമയവും വിദേശത്താണെന്നും ഏകാധിപതിയായ ഹിറ്റ്ലറെ പോലെയാണ് ഭരണം നടത്തുന്നതെന്നും MM നസീർ ആരോപിച്ചു. അലൈൻമെന്റ് മണ്ഡലം പ്രസിഡന്റ് H. സുനിൽ ദത്തെ ജാഥ ക്യാപ്റ്റനായിരുന്നു. ചാർലി കോലത്തെ, അലൈൻമെന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ജുമൈലത്ത് ഷാജഹാൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബേസിൽ ഉമ്മൻ ജോർജ്, കൊല്ലായിൽ സുരേഷ്, KG സാബു, MM സാദിഖ്, അബ്ദുൾ വാഹിദ്, ജേക്കബ് മാത്യു, P. അച്ഛൻകുഞ്ഞ്, അഡ്വക്കേറ്റ് രാജേഷ്, തോമസ് മാത്യു, അലേമൺ അനിൽകുമാർ, പുത്തയം യൂസഫ്, ദിവാകരൻ പിള്ള, J. രവീന്ദ്രൻ, ഷാജഹാൻ, രാധാമണി എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ജനവാസ മേഖലയിൽ മാലിന്യം നിക്ഷേപിച്ച സംഭവത്തിൽ പ്രതിഷേധം വ്യാപകം. ഉടൻ മാലിന്യം നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു. അഞ്ചൽ മാർക്കറ്റിനുള്ളിൽ വർഷങ്ങളായി കുന്നുകൂടി കിടന്ന മാലിന്യം ടിപ്പർ ലോറികളിൽ ജനവാസ മേഖലയിൽ നിക്ഷേപിച്ചതിനെതിരെ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കി. പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച മീൻ വളർത്തൽ പദ്ധതിക്കായി കുളം കുഴിക്കുകയാണെന്ന് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് കരാറുകാരനായ തടിക്കാട് സ്വദേശി അജിൻ പ്രദേശത്ത് മാലിന്യം നിക്ഷേപിച്ചത് എന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഈ അഞ്ചൽ ചന്തയിലെ മാലിന്യം കൊണ്ടുവന്ന് അവിടെ ഒരു ടൺ കണക്കിന് മാലിന്യം കൊണ്ടുവന്ന് കുഴിച്ചിട്ടിരിക്കുകയാണ്. അത് നമ്മൾ പരാതിയായിട്ട് DMOയിൽ കൊടുത്ത്, കളക്ടറേറ്റിൽ കൊടുത്ത്, ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നായിരുന്നു, പിന്നെ പഞ്ചായത്തിൽ കൊടുത്തു. അങ്ങനെ കാണേണ്ട എല്ലാവരെയും കണ്ടു. പക്ഷേ ഇവരാരും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടോ ഇതിനൊരു നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അവിടുത്തെ പരിസരത്തുള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റാതായിരിക്കും. ഞങ്ങളിപ്പോൾ ചോട്ടുവെള്ളം കോരിക്കൊണ്ടുവന്നാണ് കുടിക്കുന്നത്.
അതുപോലെ എനിക്കുള്ള കുഞ്ഞ് 7 വർഷമായിട്ട് ചികിത്സയിൽ RCCയിൽ. അവനിപ്പോൾ 10ലാണ് പഠിക്കുന്നത്. അവന് ഇനി ഒരു അസുഖം വന്നുകൂടാ. അവന് പ്രതിരോധ ശേഷി കുറവായതുകൊണ്ട് പനിയോ ചുമയോ അങ്ങനെ ഒന്നും വന്നുകൂടാ. ഈ വ്യക്തിയെ വിളിച്ചത് അറിഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചതാണ്, ഇവനെ അറിയാവുന്നതുകൊണ്ട്. അപ്പോഴവൻ പറഞ്ഞ് ഞാനങ്ങനെ ചെയ്യത്തില്ല, മോൻ്റെ കാര്യം എനിക്കറിയാം, ഞങ്ങളവിടെ മീൻ വളർത്താനായിട്ടാണ് കുഴിയെടുക്കുന്നത്, പഞ്ചായത്തിൽ നിന്ന് പൈസയുണ്ട് മീൻ വളർത്താൻ എന്ന് പറഞ്ഞ് പരിസരവാസികളോടും അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളത് അവൻ പറഞ്ഞത് വിശ്വസിച്ച്. പക്ഷേ ഈ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു രാത്രി 12 മണിക്ക് ശേഷം ഇതുപോലെ JCBയും അതിൽ വണ്ടി കൊണ്ടുവന്ന് ഇവിടുന്ന് മാലിന്യം കൊണ്ടുവന്ന് ഇടുന്നു. നേരം വെളുത്ത് ഒരു 5 മണി വരെ ഉണ്ടായിരുന്നു. പക്ഷെ റോഡ് സൈഡിൽ നിന്ന് കൊണ്ടുവന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇച്ചിരി ഉള്ളിലോട്ടാണ് താമസിക്കുന്നത്. ഞങ്ങൾ കണ്ടപ്പോഴത്തേക്ക് ഇവരിതെല്ലാം ഇട്ടിട്ട് JCBക്ക് മണ്ണ് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ഇടുക ചെയ്യുന്നത്. കാരണം ഇത് ആ കുഴിയിൽ കൊള്ളാഞ്ഞിട്ട് മുകളിലോട്ട് കൂന കൂടിയിരിക്കുക. അന്നേരം അത് മറവ് ചെയ്യാനായിട്ട് ഒരു വേറെ വണ്ടിയിൽ മണ്ണ് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ അടിക്കുമായിരുന്നു. എന്നിട്ട് നേരം വെളുത്തിട്ട് ഇതിട്ടിട്ട് മറവാകാഞ്ഞ് അടുത്തുള്ള 2 ഈ ബംഗാളി ചെറുക്കന്മാരെ കൊണ്ടുവന്നിട്ട് ആ ഇട്ട പയ്യൻ്റെ അമ്മ ഇങ്ങനെ മൂക്കും പൊത്തിക്കൊണ്ടവിടെ നിൽപ്പുണ്ട്. കണ്ട കാര്യമാണ്. എന്നിട്ട് അവരിങ്ങനെ ഈ കാണുന്ന ഭാഗം ഇടയ്ക്ക് നമുക്ക് കാണാം, വേസ്റ്റ് വെളിയിലോട്ട് കാണാം, ഈ ചാക്കിനകത്തും ഈ കവറിലും ഒക്കെ കെട്ടിയത് ഇങ്ങനെ കിടക്കുന്നു. അത് നീക്കി അകത്തോട്ട് നമ്മട്ടിക്ക് തോണ്ടിയിട്ടിട്ട് ഇവർ ആ പയ്യന്മാരെ കൊണ്ട് ഈ കാണുന്ന ഭാഗത്തൊക്കെ മണ്ണ് വെട്ടിയിടിക്കുക ചെയ്യുന്നത്. സംഭവത്തിനെതിരെ തടിക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അഞ്ചൽ പോലീസ്, ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ, ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകി കഴിഞ്ഞു. ജനവാസ മേഖലയിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സംഘാടകർ അറിയിച്ചു. ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ അജിത് കുമാർ, ജോമോൻ, അജി, റംല ബീബി, തങ്കമണി, ലതിക, കഹാർ ഷാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. ശോഭ മെറ്റൽ സ്റ്റോർ. സ്റ്റീൽ, വെങ്കല പാത്രങ്ങൾ, പ്രസന്റേഷൻ സെറ്റുകൾ, നിലവിളക്കുകൾ, അന്ന അലൂമിനിയം പാത്രങ്ങൾ, പ്രസ്റ്റീജ്, ജാക്സൺ, ഐഡിയൽ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ പ്രഷർ കുക്കേഴ്സ്, പ്രീതി മിക്സി, പിജിയൻ ഓട്ടോമാറ്റിക് സ്റ്റൗ ആൻഡ് ഇൻഡക്ഷൻ കുക്കർ, ഗ്രൈൻഡറുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസ് തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇഷ്ടാനുസരണം യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ശോഭ മെറ്റൽ സ്റ്റോർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 0475 2222 280 94472 06383. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 99476977. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221.
എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പുഷ്പസൗന്ദര്യത്തിന്റെ വശ്യഭാവത്തെ മിഴികൾ കവരും അഴകോടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു രാജി പുഷ്പവ്യാപാരം പുനലൂർ. 30 വർഷത്തെ സേവന പാരമ്പര്യത്തിലൂടെ വിശ്വാസമാർജിച്ച ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഗോൾഡൻ റോസ്, ഊട്ടി റോസ്, ബാംഗ്ലൂർ റോസ്, ഓർക്കിഡ്, ഡച്ച് റോസ്, താമര, പിച്ചി, മുല്ല, ഫൈഡർ ബൊക്കെ, ബോഡി ബൊക്കെ, പ്രസന്റേഷൻ ബൊക്കെ, കാർ ഡെക്കറേഷൻ, പൂമാല, ബൊക്കെ, പൂച്ചെണ്ട്, റീത്ത് മുതലായവ ഉത്തരവാദിത്തത്തോടുകൂടി ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു. പാരമ്പര്യത്തിന്റെ തലയെടുപ്പോടെ രാജി പുഷ്പവ്യാപാരം നിങ്ങളോടൊപ്പം. രാജി പുഷ്പവ്യാപാരം, PO ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 9847182419 9744335336. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചലിൽ മോഷ്ടാക്കൾ 3 പവൻ സ്വർണ്ണാഭരണങ്ങളും 70,000 രൂപയും അപഹരിച്ചു. മോഷ്ടാക്കൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി അഞ്ചൽ പോലീസ് അറിയിച്ചു. കൈതാടി ബാലകൃഷ്ണന്റെ വീട്ടിൽ നിന്നും 70,000 രൂപയും 3 പവൻ സ്വർണ്ണാഭരണവുമാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. വീടിന്റെ പിൻഭാഗത്തെ കതകിന്റെ കൊളുത്തു പൊളിച്ചാണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കയറി മോഷണം നടത്തിയത്. പുലർച്ചെ ബാലകൃഷ്ണൻ അടുക്കളയിലെത്തിയപ്പോൾ സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു 2 മണിക്കകത്താ, 1 മണി കഴിഞ്ഞ് 2 മണിക്കകത്ത്. ഉടൻ തന്നെ സമീപവാസികളെ വിവരമറിയിക്കുകയും തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് അഞ്ചൽ പോലീസിൽ പരാതി നൽകി. CI KB മനോജ് കുമാർ, SI CK മനോജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും തെളിവുകൾ ശേഖരിച്ചു. സംഭവ ദിവസം അഞ്ചൽ വെസ്റ്റ് സ്കൂളിലെ അധ്യാപകനായ ആന്റണിയുടെ വീട്ടിലും മോഷണ ശ്രമം നടന്നിരുന്നു. ഇത് പോലീസ് സ്ഥിരീകരിച്ചു. മോഷ്ടാക്കൾക്കായുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയതായി അഞ്ചൽ SI CK മനോജ് കുമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. CPI നേതൃത്വത്തിൽ കുളത്തൂപ്പുഴയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയായിരുന്നു ജാഥ. കുളത്തൂപ്പുഴയിലെ വികസന മുരടിപ്പിനുമെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ കാൽനട പ്രചരണ ജാഥയാണ് ഈ വഴിമാറികളിലൂടെ കടന്നു വരുന്നത്. CPI മണ്ഡലം സെക്രട്ടറി അംഗം സഖാവ് A. അനിൽകുമാർ ക്യാപ്റ്റനും സഖാവ് ശോഭാ സുരേഷ് വൈസ് ക്യാപ്റ്റനും സഖാവ് PJ രാജു ഡയറക്ടറുമായ CPI രാഷ്ട്രീയ പ്രചരണ ജാഥയാണ് ഈ വാഹനത്തിന് തൂക്കുകിടാതെ ഇന്ന് രാവിലെ ജൂണത്തുമൂടിനക്കരിൽ നിന്നും CPI സംസ്ഥാന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും വിലക്കയറ്റത്തിനെതിരെയും അഴിമതിക്കും വികസന മുരടിപ്പിനും എതിരെയാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. കുളത്തൂപ്പുഴ ഭാരതിപുരത്തു നിന്നും ആരംഭിച്ച ജാഥ CPI സംസ്ഥാന കൌൺസിൽ അംഗം PS സുബാൽ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വികസനം ഉറപ്പുവരുത്തുന്ന കാര്യത്തിലും ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിലും മാതൃകാപരമായ നിലപാടുകൾ പഞ്ചായത്ത് സമിതികൾ സ്വീകരിക്കുമ്പോൾ ഒരുപിടി ആളുകൾക്ക് വേണ്ടി മാത്രം, തങ്ങളുടെ പാർശ്വവർത്തികൾക്ക് വേണ്ടി മാത്രം ഭരണ സംവിധാനം വിനിയോഗിക്കുന്ന സമീപനമാണ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് സമിതിക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായ തൊഴിലുറപ്പ് പദ്ധതി, തൊട്ടടുത്ത ഏരൂർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ജില്ലയിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്ത്. എന്നാൽ കുളത്തൂപ്പുഴ പഞ്ചായത്തിന്റെ അനുഭവം ഇവിടെ ഏറ്റവും പരിമിതമായ ദിവസങ്ങൾ മാത്രമാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിനുള്ള സാഹചര്യം ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടുള്ളത്. CPI ലോക്കൽ കമ്മിറ്റി അംഗം KG ബിജു അധ്യക്ഷനായ ചടങ്ങിൽ CPI മണ്ഡലം കമ്മിറ്റി അംഗം S മോഹൻപിള്ള സ്വാഗതം പറഞ്ഞു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം K അജിത് കുമാർ ക്യാപ്റ്റനും ഗ്രാമപഞ്ചായത്ത് അംഗം ശോഭ സുരേഷ് വൈസ് ക്യാപ്റ്റനും ആയ ജാഥ കുളത്തൂപ്പുഴ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ 1ാം ദിവസം പര്യടനം പൂർത്തിയാക്കി കൂവാക്കാട്ട് സമാപിച്ചു. നേതാക്കളായ P അനിൽകുമാർ, KM അജ്മൽ, PJ രാജു തുടങ്ങിയവർ വിവിധ സ്വീകരണ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.
പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. KB ഗണേഷ് കുമാർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. അലമുക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നിറവാർന്ന കാർഷിക സമൃദ്ധിയുടെയും പുത്തൻ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി കൃഷിയിൽ അധിഷ്ഠിതമായ കർഷകർ തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് വിളയിച്ചെടുക്കുന്ന കാർഷിക വിഭവങ്ങൾ ഒരു ജനതയുടെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് പര്യാപ്തമായി മാറുന്ന സാഹചര്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കലും പ്രൗഢഗംഭീരമായാണ് സംഘടിപ്പിച്ചത്. പരിപാടിക്ക് പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജോസ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ S. രാമചന്ദ്രൻപിള്ള റിപ്പോർട്ടും ആമുഖ പ്രഭാഷണവും നടത്തി. MLA KB ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചിരുന്ന രോഗം, ആ രോഗങ്ങൾക്ക് കാരണമാകുന്നത് വിഷം തളിക്കുന്ന പച്ചക്കറികളും രാസവളം ഉപയോഗിക്കുന്ന പച്ചക്കറികളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് വാങ്ങിക്കഴിക്കുന്നതിലൂടെ കേരളത്തിൽ അപകടകരമായ രോഗങ്ങൾ വർദ്ധിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് വിൽക്കപ്പെടുന്ന സംസ്ഥാനം കേരളമായി മാറിയിരിക്കുന്നു. ഈ ഗതികേടിന്റെ കാരണമായി ഇന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് വിഷം കലർന്ന ഭക്ഷണ സാധനങ്ങളിലൂടെയാണ് വരുന്നതെന്നാണ്. എല്ലാ രാജ്യങ്ങളിലും ഭക്ഷണ സാധനങ്ങൾക്ക് കർശനമായ നിയന്ത്രണമുണ്ടെങ്കിലും വിഷം കലർന്ന യാതൊരു സാധനങ്ങളും നമ്മുടെ നാട്ടിൽ വിൽക്കുവാൻ ഒരു രാജ്യങ്ങളും അനുവദിക്കാറില്ല. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളുടെ ഒരു ഗതികേട് കൊണ്ട് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഭക്ഷണം, പച്ചക്കറിയും ഇറച്ചിയും ഒക്കെ വാങ്ങി കഴിക്കേണ്ട സ്ഥിതിയും. ഇത് പരിഹരിക്കാൻ നമ്മൾ മാത്രം വിചാരിച്ചാൽ കഴിയില്ല, എല്ലാവരും കൂട്ടായി വിജയിക്കണം. മികച്ച കർഷകരെയും മികച്ച വനിതാ കർഷകരെയും മികച്ച കുട്ടി കർഷകരെയും MLA പൊന്നാട അണിയിച്ച് അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലതാ സി നായർ ഉപഹാര സമർപ്പണം നടത്തി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സ്റ്റാലിൻ ചാക്കോ പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ഗോപിനാഥ്, അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ അലീന ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R. ആരോമൽ ഉണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദുമോൾ B, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R. ശ്രീനിവാസൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസി തോമസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീജ മാൾ, ഗ്രാമപഞ്ചായത്ത് അംഗമായ റൂബി ഗോപൻ, ബൈജു D, M. ദീപ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കനേഡിയൻ യുവതിക്ക് ഗാന്ധി ഭവനിൽ മംഗല്യം. തലവൂർ സ്വദേശി അനിൽ ദേവനാണ് കനേഡിയൻ യുവതി ഡെബോറ ബോളിന് വരണമാല്യം ചാർത്തിയത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ സംസ്കൃത വിഭാഗം മേധാവിയായി വിരമിച്ച കൊട്ടാരക്കര തലവൂർ നടുത്തേരി ദേവാലയത്തിൽ പ്രൊഫസർ K. വാസുദേവൻ ഉണ്ണിയുടെയും അഞ്ചൽ ഹൈസ്കൂളിലെ പ്രഥമ അധ്യാപികയായി വിരമിച്ച TS. ലീലയുടെയും മൂത്ത മകൻ അനിൽ ദേവിന്റെ വിവാഹമാണ് തിങ്കളാഴ്ച രാവിലെ 11-ന് ഗാന്ധി ഭവനിൽ നടന്നത്. കാനഡയിലെ ഓട്സ് ആൽബർട്ട സ്വദേശി ഗ്രിഗറി ബാളിന്റെയും പമേല ജോ ബാളിന്റെയും മകൾ നഴ്സായ ഡെബേറ ആണ് ബധു. കാനഡ ആൽബർട്ടയിലെ ഫെയർവ്യൂ സ്കൂൾ ഡീൻ ആണ് അനിൽ ദേവ്. ഇരുവരുടെയും പ്രണയത്തെക്കുറിച്ച് അനിൽ ദേവ് വീട്ടിൽ അറിയിച്ചപ്പോൾ പിതാവ് വാസുദേവൻ ഉണ്ണി പൂർണ്ണ അനുമതി നൽകുകയായിരുന്നു. ഗാന്ധി ഭവൻ അഭയ കേന്ദ്രത്തിൽ വെച്ച് വിവാഹം നടത്തണമെന്നും അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. ഗാന്ധി ഭവനിലെ സ്നേഹമന്ദിർ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകമായ ഒരു ആചാരങ്ങളും വേണ്ടെന്നും ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമനാഥൻ തന്നെ വരണമാന്യം നൽകണമെന്നും അനിൽ ദേവിന്റെ പിതാവ് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്രകാരമാണ് വിവാഹ ചടങ്ങുകളും സംഘടിപ്പിച്ചത്. വിവാഹം വളരെ സിമ്പിളായിട്ട് നടത്തണം എന്ന് മുമ്പല്ല ഒരുപാട് കാലമായിട്ടുള്ള ചിന്തയാണ്. അപ്പോൾ സിമ്പിളായിട്ട് നടത്തുക എന്ന് പറയുമ്പം എന്തായാലും ഇന്നത്തെ കാലത്ത് കേരളത്തിൽ എത്ര കാശ് ചിലവാക്കുന്ന ഒരു കല്യാണം നടക്കും. അപ്പോൾ ഞാൻ ചിലവാക്കുന്ന കാശ് എൻ്റെ കല്യാണത്തിനാണെങ്കിൽ പോലും എന്തെങ്കിലും നല്ല കാര്യത്തിന് പോകണം. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അതെന്തിനാണ് എങ്ങനെയാണ് ചിലവാകുന്നതെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതാണ് കാരണം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ ഓണം ഫെസ്റ്റ് 2015 തുടക്കമായി. ചെമ്മന്തൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഓണം ഫെസ്റ്റ് 30-ന് സമാപിക്കും. കഴിഞ്ഞ ദിവസം വൈകിട്ട് കൊല്ലം MP NK പ്രേമചന്ദ്രൻ ഓണം ഫെസ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പട്ടണ പ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും ഒക്കെ അധിവസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗഹൃദവും സന്തോഷവും പങ്കുവെക്കാൻ വിനോദത്തിനും വിശ്രമത്തിനുമായിട്ടുള്ള ഒരു കേന്ദ്രം എന്ന നിലയിൽ
വർഷത്തിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം 10-15 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ കൂടി ഒരു ഭാഗം തന്നെയാണ്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് അധ്യക്ഷയായിരുന്നു. ഫെസ്റ്റിന്റെ ടിക്കറ്റിന്റെ വിതരണോദ്ഘാടനം മുൻ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ നിർവഹിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കാളികളായിരുന്നു. വിപുലമായാണ് ഇത്തവണ ഓണം ഫെസ്റ്റ് 2015 ഒരുങ്ങിയിരിക്കുന്നത്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന മേള, മെഗാ ഷോകൾ, 90 തിയേറ്റർ തുടങ്ങിയവ ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണമാണ്. ലൈവ് വാർത്ത, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ്. എങ്ങോട്ടാ? ആർ കെ സാരീസ്. അതെന്താ എപ്പോഴും ആർ കെ സാരീസിലേക്ക്? വേറെ എത്രയോ കടകളുണ്ട് പുതിയതും പഴയതുമായിട്ട്. ആർ കെ സാരീസിൽ ക്വാളിറ്റി സെലക്ഷനും മാത്രമല്ല, ഹോൾസെയിൽ റേറ്റിലാണ് തുണികൾ ലഭിക്കുന്നത്. ഇതൊക്കെ പരസ്യത്തിന് വേണ്ടി എല്ലാരും പറയുന്നതല്ലേ ഭാമേ? അല്ല മോഹനേട്ടാ, വർഷങ്ങളായി ഹോൾസെയിൽ രംഗത്ത് പേര് കേട്ടവരാണ് ആർ കെ സാരീസ്. ഓരോ തുണിത്തരങ്ങളും ബൾക്കായി പർച്ചേസ് ചെയ്യുന്നോണ്ടാണ് ആർ കെ സാരീസിന് സാധിക്കുന്നത്. അപ്പൊ നീ പത്രത്തിൽ വരുന്ന മറ്റു കടകളുടെ വലിയ വലിയ ഓഫറുകളൊന്നും കാണാറില്ലേ? 500 രൂപ വിലയുള്ള തുണിക്ക് 1000 രൂപ കൂട്ടിയിട്ട് 300 രൂപ കുറച്ചു കൊടുക്കും. ഇതാണ് ഓഫർ. ഓ, അപ്പൊ ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ വഞ്ചിക്കപ്പെടുകയാണല്ലേ? ഇതൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലായി ഭാമേ? ഞങ്ങൾ സ്ത്രീകളെല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ട് ഒരു കട ഉറപ്പിക്കൂ. അതാ ആർ കെ സാരീസിൽ ഇത്രയേറെ തിരക്ക്. വാങ്ങാം ആശ്ചിതൊക്കെ നിങ്ങളുടെ കൊച്ചു ബഡ്ജറ്റിൽ. ആർ കെ സാരീസ്, കൊല്ലം, പുനലൂർ. എന്റെ ഇക്ക, നിങ്ങളുടെ പ്രായമുണ്ടല്ലോ ടിവിക്ക്, ഇനിയെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? ഓ, ഇനിയിപ്പോ ഓണമൊക്കെ ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. ഇതൊക്കെ വെറുതെ ആണെന്നേ. ദക്ഷിണേന്ത്യയിൽ 250ഓളം ശാഖകളുള്ള വൈറ്റ് മാർട്ടിലേക്ക് ലോൺ എടുക്കാൻ കൊണ്ടുചെല്ലേണ്ടത് ഇത്രമാത്രം: അഡ്രസ് പ്രൂഫ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 1 ക്യാൻസൽ ചെയ്ത ചെക്ക്. നോക്കട്ടെ. ആഹാ, നമ്മുടെ പുനലൂരുമുണ്ടല്ലോ. അപ്പൊ ഇനി TV വാങ്ങാൻ ഓണത്തിനും ക്രിസ്മസിനും ഒന്നും കാത്തു നിൽക്കണ്ടല്ലേ? കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഓഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഓഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഓഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949699. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wears, Style Bath, Kottarakara, Ayur, Punlur. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475232387 2324133.
കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റാ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475 232 3867 232 4133. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന SS ഫർണിച്ചർ 15ാം വർഷത്തിലേക്ക്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. ജനമനസ്സിൽ മാറി മാറി വരുന്ന പുത്തൻ പ്രതീക്ഷകൾക്കൊപ്പം വമ്പിച്ച വിലക്കുറവും എക്സ്ചേഞ്ച് മേളയും സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. പ്രമുഖ കമ്പനികളായ വേൾപൂൾ, സാംസങ്, LG, ഗോദ്രേജ്, ഇലക്ട്രോലൈസ്, കെൽവിനേറ്റർ, സോണി, ഷാർപ്പ് എന്നീ കമ്പനികളുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും റെപ്കോ, സുനിദ്ര, പെപ്സ്, സ്കൈഫോം എന്നീ കമ്പനികളുടെ മെത്തകളും ഇവിടെ ലഭ്യമാണ്. മെത്തകൾക്ക് 20% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്. വാസ്തുശാസ്ത്ര രംഗത്തും കൺസ്ട്രക്ഷൻ രംഗത്തും കഴിഞ്ഞ 20 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള അഞ്ചൽ രാജേന്ദ്ര സ്വാമികളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ: സ്ഥാനനിർണയം, കെട്ടിടങ്ങളുടെ പ്ലാനുകൾ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എസ്റ്റിമേറ്റ് ആൻഡ് സൂപ്പർവിഷൻ, ഇന്റീരിയർ ഡിസൈനിംഗ്, ആരാധനാലയങ്ങളുടെ ഡിസൈനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, വാസ്തു കൺസൾട്ടിംഗ്. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്, ഈസ്റ്റ് HSS എതിർവശം, അഞ്ചൽ. ഫോൺ 94473 40838. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. വി ഓഫർ എ ന്യൂ ലൈഫ് സ്റ്റൈൽ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. ഫോൺ 0475 2220 357 9745 201088. Zodiac Silks, the signature collections of your hometown. ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ്, പത്തനാപുരം. ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് ഒന്നാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800. രണ്ടാം സമ്മാനം 3 പേർക്ക് LED ടിവികൾ. മൂന്നാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ. നാലാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ. അഞ്ചാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. ആറാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ്, പത്തനാപുരം. വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി. സോഡിയാക് സിൽക്സ്, ദ സിഗ്നേച്ചർ കളക്ഷൻസ് ഓഫ് യുവർ ഹോം ടൗൺ. പുനലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണം ഗൃഹോപകരണ മേളയ്ക്ക് തുടക്കമായി. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്
മേള ഉദ്ഘാടനം ചെയ്തു. പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് സഹകാരികൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും മിതമായ നിരക്കിൽ ലോകോത്തര കമ്പനികളുടേതടക്കം എല്ലാവിധ ഗൃഹോപകരണങ്ങളും ലഭ്യമാക്കുവാൻ ആരംഭിച്ച സ്ഥാപനമാണ് ഗൃഹശ്രീ ഹോം അപ്ലയൻസസ്. ചിങ്ങമാസത്തിലെ ഗൃഹോപകരണോത്സവവും ചിങ്ങമാസത്തിലെ ഗൃഹോപകരണ മേളയും 21 മുതൽ തുടക്കം കുറിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ബാങ്ക് പ്രസിഡന്റ് ടൈറ്റസ് അബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ബോർഡ് മെമ്പർ എം വിജയൻ ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നിപ്പം ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ 25,000 രൂപ വരെ ഉള്ളവർക്ക് സബ്സിഡി ഇനത്തിലെല്ലാം തവണകളായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു വിപണന മേള മണിയാർ നടത്തുന്നു. ഇത് ഓണം കഴിഞ്ഞിട്ട് അവിടെയും നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ വിശ്വനാഥൻ ജി, KM ഗോപി, MR വേണുഗോപാൽ, രജികുമാർ S, EK റോസ് ചന്ദ്രൻ, AR മുഹമ്മദ് അജ്മൽ, R രതീഷ്, ഷെരീഫ് V തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ റെയിൽവേ ഗേറ്റിന് സമീപം അനധികൃത മത്സ്യവ്യാപാരം വ്യാപകം. നടപടിയെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടയാകുന്നു. ദിവസേന ഇവിടെ മീൻ വിൽപ്പന നടത്താറുണ്ട്. റോഡ് സൈഡിൽ വാഹനങ്ങളിലിട്ടാണ് മീൻ വിൽക്കാറുള്ളത്. വാഹനങ്ങളിൽ നിന്ന് ഇതുമൂലം മലിനജലം റോഡിലേക്ക് ഒഴുകുകയാണ്. വഴിയാത്രക്കാർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാകുന്നു. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട്. നിയമങ്ങൾ കാറ്റിൽ പറത്തി മത്സ്യവ്യാപാരം പൊതുസ്ഥലത്ത് നടക്കുമ്പോൾ ഇതിനെതിരെ നഗരസഭാ അധികൃതരും നടപടി സ്വീകരിക്കുന്നില്ല. ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചൽ ഭാരതീപുരത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. മരിച്ചത് തമിഴ്നാട് സ്വദേശി. പച്ചക്കറി കയറ്റി വന്ന വാഹനമാണ് തലകീഴായി മറിഞ്ഞത്. അഞ്ചലിൽ വീണ്ടും മോഷണം. 3 പവനും 70,000 രൂപയും കവർന്നു. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പുനലൂരിൽ ഓണം ഫെസ്റ്റ് 2015 തുടക്കം കുറിച്ചു. ചെമ്മന്തൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫെസ്റ്റ് 30 സമാപിക്കും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക www.livevarta.com. നന്ദി. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.